കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായ സോളാർ പീഡന കേസ് പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ ലൈംഗിക ആരോപണങ്ങളിൽ കുടുക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നുവെന്ന മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന്റെ മൊഴി രാഷ്ട്രീയ കേരളത്തിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ER അർജുൻ രാജ് മുൻപാകെ നൽകിയ ഈ മൊഴി നിലവിലെ LDF സർക്കാരിലെ ഘടകകക്ഷി നേതാവായ KB ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സോളാർ പരാതിക്കാരി എഴുതിയ കത്തുമായി ബന്ധപ്പെട്ടതാണ്. പത്തനംതിട്ട ജയിലിൽ വെച്ച് പരാതിക്കാരി എഴുതിയ യഥാർത്ഥ കത്തിൽ വെറും 21 പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഫെനി വെളിപ്പെടുത്തുകയുമുണ്ടായി. ഈ കത്തിൽ ഉമ്മൻചാണ്ടിയുടെയോ മറ്റു പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെയോ പേരുകൾ പരാമർശിച്ചിരുന്നില്ല. എന്നാൽ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ കത്തിൽ പിന്നീട് 4 പേജുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ് ഫെനി കോടതിയെ അറിയിച്ചത്. ജയിൽ മോചിതയായ ശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചാണ് പരാതിക്കാരി സ്വന്തം കൈപ്പടയിൽ ഈ 4 പേജുകൾ എഴുതി ചേർത്തത്. ഇതോടെ കത്ത് 25 പേജുകളായി മാറി. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുള്ള പീഡനാരോപണങ്ങൾ ഈ കൂട്ടിച്ചേർത്ത പേജുകളിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ കത്തിലെ കൈപ്പടയും ഒപ്പും കോടതിയിൽ വെച്ച് ഫെനി തിരിച്ചറിഞ്ഞുവെന്നത് കേസിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഗൂഢാലോചനയിൽ KB ഗണേഷ് കുമാറിന് നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ ഫെനി കോടതിയിൽ വിവരിച്ചു. 2015 ഏപ്രിൽ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും ഇടയിലുള്ള റോഡരികിൽ വെച്ച് നടന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഫെനി വെളിപ്പെടുത്തി. ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ അവിടെ എത്തിയത്. ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ സാധാരണ ധരിക്കാറുള്ള വിഗ് ഇല്ലാതെയാണ് ഗണേഷ് കുമാർ ആ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതെന്നും ഫെനി മൊഴി നൽകി. തന്റെ PA പ്രദീപ് കുമാർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ഫെനി ചെയ്തു നൽകണമെന്ന് ഗണേഷ് കുമാർ അന്ന് നേരിട്ട് നിർദ്ദേശിച്ചു. കൂടാതെ പ്രദീപ് കുമാറിന്റെയും ഗണേഷിന്റെയും ബന്ധുവായ ശരണ്യ മനോജിന്റെയും ഫോണുകളിൽ നിന്ന് ഗണേഷ് കുമാർ പലതവണ തന്നെ വിളിച്ചിരുന്നുവെന്നും ഫെനി വെളിപ്പെടുത്തി. രാഷ്ട്രീയ ശത്രുക്കളെ തകർക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പ്ലാനിംഗ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് ഫെനിയുടെ മൊഴി വ്യക്തമാക്കുന്നുണ്ട്. എന്തിനായിരുന്നു ഉമ്മൻചാണ്ടിയെ ലക്ഷ്യം വെച്ചത് എന്ന ചോദ്യത്തിന് പ്രതികാരം എന്ന ഉത്തരമാണ് ഫെനിയുടെ മൊഴിയിൽ നിഴലിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയും മറ്റ് UDF നേതാക്കളുമാണെന്ന വിശ്വാസം ഗണേഷിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഗണേഷ് കുമാർ മന്ത്രിയാകില്ലെന്നും ഇവരെല്ലാം ചേർന്നാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതെന്നും അവർക്ക് പണി കൊടുക്കണമെന്നുമാണ് ശരണ്യ മനോജ് പറഞ്ഞത് എന്ന് ഫെനി കോടതിയിൽ വ്യക്തമാക്കിയുമുണ്ടായി. UDF സർക്കാരിന് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു ഈ ഗൂഢാലോചനയുടെ പ്രാഥമിക ലക്ഷ്യം. സോളാർ അന്വേഷണ കമ്മീഷന് മുൻപാകെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറയണമെന്ന് പരാതിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയമായി വലിയ പ്രയോജനം ഉണ്ടാകുമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉറപ്പാണെന്നും പരാതിക്കാരിക്ക് ഉറപ്പ് നൽകിയിരുന്നതായും ഫെനി വെളിപ്പെടുത്തി. അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ കത്തിൽ വ്യാജമായ പേജുകൾ കൂട്ടിച്ചേർത്തുവെന്ന ആരോപണമാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത്. ഈ കേസിൽ KB ഗണേഷ് കുമാറിനെ 2ാം പ്രതിയാക്കി കോടതി നേരത്തെ തന്നെ സമൻസ് അയച്ചിരുന്നു. ഫെനി ബാലകൃഷ്ണൻ ഒരു കാലത്ത് സോളാർ പരാതിക്കാരിയുടെ വിശ്വസ്തനായ അഭിഭാഷകനായിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് കേസിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. സോളാർ പീഡന കേസുകൾ പിന്നീട് CBI അന്വേഷിക്കുകയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടുകളിലും ഗൂഢാലോചനയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫെനിയുടെ മൊഴി കൂടി വന്നതോടെ നിയമപരമായും രാഷ്ട്രീയപരമായും ഗണേഷ് കുമാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനെ വേട്ടയാടാൻ നടന്ന ക്രൂരമായ നീക്കങ്ങളുടെ ചുരുളുകളാണ് ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയിലൂടെ അഴിഞ്ഞിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെ തകർക്കാൻ വ്യാജമായ തെളിവുകൾ സൃഷ്ടിക്കുകയും സ്ത്രീ പീഡന പരാതികൾ ആയുധമാക്കുകയും ചെയ്തത് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിലെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കാനാണ് സാധ്യത. ഗൂഢാലോചനയുടെ മുഴുവൻ സത്യങ്ങളും പുറത്തുവരുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.